DIY ആയിട്ട് മോൾഡ് യൂസ് ചെയ്യാണ്ട് ഇതുപോലത്തെ ക്യാൻഡിൽസ് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളും കാണാം കേട്ടോ. ഈ ഒരു ഫ്ലവർ ക്യാൻഡിൽ മാത്രം അല്ല, ഈ സീ ഷെല്ലിൽ ക്യാൻഡിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അത് മോൾഡ് ഇല്ലാണ്ടാണ്. അത് മാത്രമല്ല, ഈ ഒരു പിസ്സ ക്യാൻഡിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റെയിൻബോ ക്യാൻഡിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ ഫുള്ള് മോൾഡ് ഇല്ലാണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുവരെ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് ഇനിയും മോൾഡ് ഇല്ലാണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് DIY ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളും കാണാം. എന്നാൽ നിങ്ങൾക്കും ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണത് നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു ഫ്ലവർ ക്യാൻഡിലാണ് കേട്ടോ. ഫ്ലവർ ക്യാൻഡിൽ ഞാൻ കുറേ മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് കമൻറ്റ്സ് വന്ന റൈറ്റാണ് ഫ്ലവർ ക്യാൻഡിൽ ഉണ്ടാക്കാൻ. ഒരു ഫ്ലവർ അല്ല കേട്ടോ, പല ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലവർ ക്യാൻഡിൽ ഉണ്ടാക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവർ ക്യാൻഡിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിനാദ്യം ഓയിൽ പേപ്പർ എടുക്കുക. ഓയിൽ പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വാൾപേപ്പറിൻ്റെയൊക്കെ ബാക്കിൽ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, സ്റ്റിക്കറല്ല പേപ്പർ, ആ പേപ്പർ ആണെങ്കിലും മതി. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ പേപ്പർ DIY ആയിട്ട് ചെയ്യാട്ടോ. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി കാണാത്തവർക്കാണെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ സാധാ ഒരു നോട്ട്ബുക്കിൻ്റെ പേപ്പർ അല്ലെങ്കിൽ പേപ്പറൊക്കെ എടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും നന്നായിട്ട് തേച്ച് കൊടുക്കുക എല്ലായിടത്തും അവിടെ രീതിയിൽ. എന്നിട്ട് ഒരു തുണിയോ പേപ്പർ എന്തെങ്കിലും ടിഷ്യൂ എന്തെങ്കിലും വെച്ച് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ പേപ്പർ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഒരു വാക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മുടെ വാക്സ് നമ്മൾ ഉള്ളിലുള്ള ആ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് പൂമ്പൊടി പോളൻ എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ വാക്സ് അധികം കട്ടിയില്ലാണ്ട് ഓയിൽ പേപ്പറിലേക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഒരേ കനത്തിലിട്ട് എല്ലാ ഭാഗവും ഒരേ കനത്തിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നൈഫോ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സെറ്റ് ആവരുത്. ഒരു 80% സെറ്റായി കഴിഞ്ഞാൽ 80-85 ആ ഒരു സെറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ നമ്മുടെ ആ ഒരു പീസ് നമുക്ക് പേപ്പർ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ കിട്ടോ. ഇതിൻ്റെ മുൻപ് ഞാൻ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു കൊല്ലം മുൻപ്, ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞ് 1.5 കൊല്ലം മുൻപ് ഞാൻ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും 10 നെഗറ്റീവ് കമൻറ്റ് ആണെങ്കിൽ 10 പോസിറ്റീവ് കമൻറ്റ് അങ്ങനെയായിരുന്നു കേട്ടോ വരൽ. അന്ന് ഞാൻ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിൽ ഇരുന്നതാണ്. അന്ന് ഞാൻ ഈ ഒരു ക്യാൻഡിൽ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അന്ന് ഭയങ്കര ഇൻട്രസ്റ്റിൽ ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതിന് മുൻപ് എപ്പോഴും ഫോൺ എടുത്ത് നോക്കുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെ ഫോൺ എടുത്ത് നോക്കിയ സമയത്ത് ഒരു കമൻറ്റ് കണ്ടു. ഒന്നല്ല, കുറച്ചധികം കമൻറ്റ്സ് കണ്ടു. നെഗറ്റീവ് കമൻറ്റ്സ് ആണ്. അത് കണ്ടതോടെ മൈൻഡ് ആകെ അപ്സെറ്റായി പോയി. പിന്നെ ചെയ്യാനുള്ള ഇൻട്രസ്റ്റേ അങ്ങോട്ട് പോയിട്ടായിരുന്നു. അങ്ങനെ ഞാൻ എങ്ങനെ തലകുത്തി മറിഞ്ഞ് നിന്നിട്ടും സംഭവം സെറ്റായി കിട്ടിയില്ല. കുറേ ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഒരു ഹീറ്റ് ഗണ്ണും എൻ്റെ ഇല്ലായിരുന്നു. ഞാൻ മെൽറ്റാക്കും, പിന്നെയും ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കും, പൊട്ടിപ്പൊടിഞ്ഞ് നാശമായി പോകും, പിന്നെയും ഞാൻ മെൽറ്റാക്കും, പിന്നെയും ചെയ്യും. എത്രയോ മണിക്കൂറുകളോളം ഞാൻ മെനക്കെട്ടിട്ടും സംഭവം സെറ്റാക്കാൻ പറ്റുന്നില്ല. ആ വീഡിയോ ഞാൻ പാളിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്ക് 3.6 മില്യൺ വ്യൂവേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വ്യൂവേഴ്സ് കിട്ടിയാൽ എന്താ, പാളിപ്പോയില്ലേ. എനിക്ക് ഭയങ്കര ആഗ്രഹിച്ച് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി കുത്തിരുന്നതാണ്. പക്ഷേ സംഭവം സെറ്റായില്ല. നമ്മുടെ മനസ്സ് ക്ലിയർ ആണെങ്കിലല്ലേ നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ ഹാപ്പി ആയിട്ട് എന്ത് ചെയ്താലും അത് സംഭവം സക്സസ് ആയി നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ മൂഡ് ഓഫ് ആയിട്ട് മൈൻഡ് ക്ലിയർ അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് പാളിപ്പോവേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ എന്തായാലും എനിക്ക് കുറച്ച് നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും അങ്ങനെ വരാത്തത് കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളെ കമൻറ്റ്സ് വായിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്താലും അങ്ങനെ പാളിപ്പോവാറില്ല. അതിൻ്റെ സീക്രട്ട് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ഫ്ലവറിലേക്ക് കിടക്കാം. നമുക്ക് വേണ്ട സൈസിൽ നമുക്ക് എത്ര വേണം, നമുക്ക് വലിയ ഫ്ലവർ വേണമെന്ന് വെച്ചാൽ നമ്മൾ നടുക്കിലുള്ള ആ ഒരു പോളൻ ഉണ്ടല്ലോ, ആ ഒരു പീസ് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് നമുക്ക് ഗ്ലൂ ഒന്നും വേണ്ടല്ലോ, ഇത്തിരി വാക്സ് ഒന്ന് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ തീയൊക്കെ ഒന്ന് കാട്ടി കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം, നമുക്ക് ഈ പൂവ് എത്ര സൈസ് വേണമെന്ന് വെച്ചാൽ നമുക്ക് അത്രയും നമുക്ക് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നേ വലിയൊരു ഫ്ലവർ ആയിരുന്നു കേട്ടോ. അന്ന് ഞാൻ ഉണ്ടാക്കാനിരുന്നപ്പോഴേ എൻ്റെ മനസ്സിൽ വലിയൊരു ഫ്ലവർ ഉണ്ടാക്കണം, അതായത് നല്ല വലുപ്പത്തിൽ ഒരൊറ്റ ഫ്ലവർ, നല്ല വലുതായിരിക്കണം, നല്ല ഭംഗിയിൽ ഒരു ഫ്ലവർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ചെയ്യാനിരുന്നതാണ്. പക്ഷേ പാളിപ്പോയല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ ട്രൈ ചെയ്തപ്പോൾ സംഭവം ശരിയായി വരുന്നുണ്ടെന്ന് കണ്ടപ്പം എൻ്റെ മനസ്സിൽ വലുത് തന്നെ ഉണ്ടാക്കുക എന്നൊരു പ്ലാനിങ്ങിലായിരുന്നു സംഭവം. ഞാൻ ഇതുപോലെ ഒരു 3 ട്രിപ്പ് ഞാൻ ഇതുപോലെ നമ്മുടെ വാക്സ് ഒഴിച്ച് സെറ്റാക്കിയിട്ടാണ് ഇതുപോലെ റോൾ ചെയ്യുന്നത്. ഒരു വട്ടം നമ്മൾ വാക്സ് ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് കറക്റ്റ് 2 പീസായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മളതിങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കും. അങ്ങനെ ഞാനൊരു 2 ട്രിപ്പും പിന്നെ ഒരു പീസും അങ്ങനെ എന്തോ 4-5 പീസായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് നമ്മൾ റോൾ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ സംഭവം നമ്മൾ കട്ടിയില്ലാണ്ട് ഒഴിക്കണ വാക്സ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായി പോകും. എൻ്റെ കയ്യിൽ ഹീറ്റ് ഗൺ ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഹീറ്റ് ഗൺ ഇല്ലയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സ്റ്റീലിൻ്റെ സ്പൂൺ എന്തായിട്ട് ഇതൊന്ന് ചൂടാക്കുക, ജസ്റ്റ് തീയിലൊന്ന് ഒന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് നമ്മുടെ ആ ഒരു വാക്സിൻ്റെ മേലെ കൂടെ ഒന്നും ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുറച്ചൊന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ ആ സമയത്ത് ഒട്ടിച്ചാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് തീൻ്റെ അടുത്തൊന്ന് കാട്ടി കൊടുത്താലൊക്കെ മതി കേട്ടോ. നമുക്ക് വേഗം സെറ്റായൊക്കെ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് എന്താക്കാം, നമ്മുടെ അത്രയും ഞാൻ വലുതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അന്ന് ഞാൻ ആ ഫ്ലവർ ഉണ്ടാക്കാൻ നേരത്തെ എൻ്റെ മനസ്സിൽ വലുതുണ്ടാക്കണം എന്നായിരുന്നു. ഒരൊറ്റ ഫ്ലവർ വലുപ്പത്തിലൊന്ന് ചെയ്യണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അത് പാളിപ്പോയും കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ.
അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിലെന്തായാലും വെള്ള വലുതൊന്നും തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന്. അന്ന് ഞാൻ ആ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന സമയത്ത് ആകെ മൈൻഡ് അപ്സെറ്റ് ആയിരുന്നു. ഉണ്ടാക്കാൻ നിൽക്കുന്നതിന് മുമ്പ് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു കേട്ടോ. വലുതുണ്ടാക്കണം, ഒരൊറ്റ ഒന്ന് നല്ല ഭംഗിയിൽ ഒന്ന് ഉണ്ടാക്കണം, ഭയങ്കര ആഗ്രഹത്തിലൊക്കെ തുടങ്ങിയതാണ്. പക്ഷേ എനിക്ക് ആ കമൻസ് വായിച്ചതോടെ എൻ്റെ മനസ്സ് ഫുള്ളും അപ്സെറ്റായിപ്പോയി. എങ്ങനെ ചെയ്തിട്ട് സംഭവം ശരിയായി കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആഗ്രഹം ഉപേക്ഷിച്ചു. ഇപ്പം കുറേ കമൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഫ്ലവർ ക്യാൻഡിൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും വെള്ളം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് ആ ഒരു ഫ്ലവറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഇഷ്ടപ്പെട്ട് ഞാൻ മടുത്ത ഒരു സാധനമായിരുന്നു കേട്ടോ. അതിൻ്റെ മേലെ ഞാനൊരു 3-4 മണിക്കൂറെങ്കിലും മെനക്കെട്ടിട്ട് സംഭവം ഭയങ്കര ആഗ്രഹത്തോടെ തുടങ്ങിയതാണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് എന്താ പറയുക, ഇഷ്ടമല്ലാണ്ടാവുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയൊരു സംഭവമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു മടുപ്പും ഉണ്ടായിരുന്നു, ചെയ്യണോ വേണ്ടേ എന്നൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ എന്തായാലും വേണ്ടിയില്ല, ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇതുപോലെ നല്ല വലുപ്പത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം വലിയ പെറ്റൽസാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ ഈ ഒരു പിങ്ക് വാക്സ് കട്ട് ചെയ്ത സമയത്ത് അതിൻ്റെ പെറ്റൽസ് ഇത്തിരി ചെറുതായി പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പെറ്റൽസ് ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ പെറ്റൽസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കുകയും ചെയ്യാം, വാക്സ് ചെയ്തിട്ട് ഒട്ടിക്കാം. പക്ഷേ എനിക്ക് അതിനെക്കാട്ടിലും സിമ്പിളായിട്ട് എനിക്ക് ഇതുപോലെയാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ലെയർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാനൊരു 3 ലെയർ അത്യാവശ്യം വലുപ്പത്തിലുള്ള, ഫസ്റ്റത്തെ ഇത്തിരി ചെറുതായിപ്പോയി, പിന്നുള്ളത് വലുതാക്കിയിട്ട് ഇതുപോലെ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ ക്യാൻഡിൽ വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് 5 രൂപയും 10 രൂപയൊക്കെ കൊടുത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു 3-4 ക്യാൻഡിൽ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഫ്ലവർ ഉണ്ടാക്കി വയ്ക്കുക. ഒറ്റ നോട്ടത്തിൽ കണ്ട ക്യാൻഡിലാന്നേ പറയില്ല, നല്ല ഭംഗിയിട്ട് കാണാൻ. നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയിട്ട് കാണാൻ. ഇത് കത്തിച്ച് വെച്ചാൽ പെട്ടെന്ന് തീരൂലേ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് കത്തിക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നശിപ്പിക്കാണ്ട് ഞാൻ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സംഭവം. ഇനിയിപ്പം അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സീ ഷെല്ല് ക്യാൻഡിലാണ്. ഈ സീ ഷെൽ ക്യാൻഡിൽ ഉണ്ടാക്കാൻ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. 1-2 മാത്രമേ നമ്മളോട് ഇത് പറഞ്ഞിട്ടുള്ളൂ. സംഭവം ഞാൻ ഇത് ഉണ്ടാക്കാനും വേറൊരു കാരണമുണ്ട്. എന്നോട് ഇതുവരെ ആരും അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും ചെയ്യോ പ്ലീസ് എന്നൊക്കെ പറയാന്നല്ലാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ അത്രയും ഇഷ്ടത്തോടെ നമ്മളോടൊരു കമൻറ്റ് ചെയ്ത് നമ്മളോടൊരു കാര്യം ഒരാൾ പറയുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ ഞാൻ വേറൊരു ഐറ്റം ഉണ്ടാക്കാൻ ഇരുന്നതാണ്. അപ്പോൾ ഞാൻ ആ കമൻറ്റ് വായിച്ചപ്പം എനിക്ക് തോന്നി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ആളത്രയും നമ്മളോട് ഇഷ്ടത്തോടെ നമ്മളോട് സപ്പോർട്ട് ചെയ്ത് നമ്മളോട് പറഞ്ഞല്ലേ, നിങ്ങളിങ്ങനെയും പറയുമ്പം ഞാനത് ചെയ്യാണ്ടിരുന്നാൽ മോശമല്ലേ, അതുകൊണ്ട് ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഐറ്റം ഞാൻ ഇതിൻ്റെ മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുൻപ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1-2-3 കൊല്ലം മുൻപാണ് കേട്ടോ. ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിൻ്റെ മുൻപ് ക്ലേ ആർട്ടൊക്കെ ചെയ്തിരുന്നു. ആ ടൈമിൽ ഞാൻ ക്ലേ വെച്ചിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതെങ്ങനെ സെറ്റാക്കും എന്നൊരു കൺഫ്യൂഷനൊന്നും ഇല്ലായിരുന്നു. ക്ലേയിൽ എങ്ങനെ ചെയ്തു അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്യാൻഡിലും ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംഭവം സെറ്റായി കിട്ടുമെന്നറിയില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എന്താ ഈ കളറ് ചെയ്യാനുള്ള വേറൊരു കാരണം കൂടിയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ കുത്തിരിക്കുക നട്ടപ്പാതിരാത്രിക്കാണ് ഞാൻ കുത്തിരിക്കൽ. ആ ടൈമിൽ ചെയ്യുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും സാധനം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ വാങ്ങൽ നടക്കില്ല. ആ ടൈമിൽ നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യലേ നടക്കുള്ളൂ. അങ്ങനെ എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. സംഭവം എനിക്ക് ആ സമയത്താണ് എനിക്ക് ടൈം കിട്ടാറുള്ളത്. എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് എനിക്ക് ആ ടൈമിലാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടൽ. അതുകൊണ്ടാണ് ഞാൻ ആ നട്ടപ്പാതിരാത്രി കുത്തിരുന്നിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചെയ്യാനിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഞാൻ വാങ്ങി വെച്ച സ്റ്റോക്ക് ക്യാൻഡിൽസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒന്നില്ലെങ്കിൽ സ്കൈ ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ്, ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു സീഷയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ 2 കളറ് ക്യാൻഡിലും ഇല്ലായിരുന്നു, സ്റ്റോക്ക് ക്യാൻഡിലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ചെയ്ത ഒരു ക്യാൻഡിൽ വെച്ചിട്ട് ചെയ്യാനല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആളങ്ങനെയും കമൻറ്റ് ചെയ്ത് പറഞ്ഞതും കൊണ്ട് എന്തായാലും എനിക്ക് ചെയ്യും വേണം. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും എൻ്റെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ മുൻപ് ഞാൻ വേറൊരു ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് മെൽറ്റ് ചെയ്തിട്ടാണ് സംഭവം ഞാൻ ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമുക്ക് വാക്സ് ഓയിൽ പേപ്പറിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സീ ഷെല്ലിൻ്റെ ആ ഒരു ഷേപ്പ് നമ്മളൊരു പേപ്പറിൽ വരച്ച് അതിൻ്റെ മേലെ കൂടെ വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മളൊരു പുറ്റിങ്ങനെ പവിഴപ്പുറ്റിങ്ങനെ നിൽക്കൂലേ, അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് നേരം നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലൊരു ബോളും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ സെറ്റ് ആവുന്നത് വരെ പിടിച്ച് നിൽക്കണ്ടേ, അതുകൊണ്ട് ഇതുപോലെ ഉള്ളിലൊരു ബോളും കൂടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഷേപ്പിനായിട്ട് നമുക്ക് നിന്നോളൂ. അങ്ങനെ നമുക്കൊരു ബോൾ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അല്ലാണ്ട് നമ്മൾ കുറേ നേരം ഒരു കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഷേപ്പ് മാറിപ്പോയുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതുപോലെ കുറച്ച് നേരം നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഏകദേശം ഏറെക്കുറെയൊക്കെ സെറ്റ് ആവാനായിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായിട്ടൊന്നുമില്ല, ഏകദേശം ഒരു 80% നമുക്കിവിടെ സെറ്റായിട്ടുണ്ട്. 80 അല്ല കേട്ടോ, സെറ്റ് ആവാനായിട്ടുണ്ട്. ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് എന്താക്കാം, മേൽഭാഗത്ത് നമ്മൾ വരച്ച ആ ഒരു ഡിസൈൻ ഇതുപോലെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനം വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ മേൽഭാഗത്ത് അപ്പോൾ കുറച്ച് ഗോൾഡൻ കളറും കൂടെ കൊടുക്കേണ്ടത്, ഇത് ഭയങ്കര സിമ്പിളായിപ്പോയില്ലേ, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഗോൾഡൻ കളറും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചത് ആ
ചെയ്തില്ലേ, ആ കട്ടിങ് കൂടെ മാത്രം നമുക്ക് എന്താക്കാം കുറച്ച് ഗോൾഡൻ കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു. കട്ടിങ് കൊടുത്തപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ആ ഒരു എൻഡ് ഭാഗത്ത് കൂടെ എന്താക്കാം കുറച്ച് ഗോൾഡൻ കളർ കൂടെ കൊടുക്കാമെന്ന്. എൻഡ് ഭാഗം മേലെ മാത്രമാണ് ഞാൻ ആദ്യം കൊടുത്തത്. മേലെ കൊടുത്തതിനിപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ സൈഡിൽ കൂടെയും കൂടെ കൊടുക്കുക, കാരണം മേലെ നിന്ന് നോക്കുമ്പോൾ അല്ലേ കാണുള്ളൂ, സൈഡിൽ കൂടെ നോക്കുമ്പോൾ കാണൂലല്ലോ എന്ന്. അങ്ങനെ ഞാൻ എന്തൊക്കെ സൈഡിലും കൊടുത്തു. സൈഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെയും തികഞ്ഞില്ല, ഞാൻ എന്തൊക്കെ ഉള്ളിലും കൊടുത്തു. ഉള്ളിലല്ല, പുറത്ത് ഒന്നാകെ. പുറത്തെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു ലൈൻസിൻ്റെ അവിടെ ഷെയ്ഡാണ് കൊടുത്തത്. ഷെയ്ഡ് കൊടുത്തതിനിപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കൊടുക്കണം തോന്നി. അങ്ങനെ ഞാൻ എത്ര കൊടുത്താലും ഗോൾഡൻ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എന്തൊക്കെ ഉള്ളിലും കുറേ കൊടുത്തു. എന്തിനാ കൊടുക്കണമെന്ന് എനിക്കറിയില്ല, എന്നാലും വേണ്ടിയില്ല, ഞാൻ വാരി ഇങ്ങോട്ട് വിതറിയിട്ടുണ്ടായിരുന്നു. കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സംഭവം ക്യാൻഡിലിൽ ഈ ഒരു ഫാബ്രിക് പെയിൻറ്റ് ഗോൾഡൻ കളർ കേട്ടോ, മറ്റേ വേറെ ഫാബ്രിക് പെയിൻറ്റ് വേറെ കളറൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഈ ഒരു ഗോൾഡൻ കളർ നമ്മുടെ ക്യാൻഡിലിൽ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സംഭവം സെറ്റായി കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ക്ലേയിലൊക്കെ നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ വലിഞ്ഞു കിട്ടൂലേ പെയിൻറ്റ്, അതുപോലെ പെട്ടെന്ന് സെറ്റായി കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെന്തും കൊണ്ടാണെന്ന് എനിക്കറിയില്ല, വേറെ കളേഴ്സൊന്നും ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും മേൽഭാഗത്തൊരു കമ്പിയൊക്കെ ചൂടാക്കി നമ്മളൊരു തിരിയൊക്കെ ഇട്ടു. എന്നിട്ട് ഇത് ഹോളൊക്കെ ഇട്ട് തിരിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇതിങ്ങനെ വെക്കാനേ കൊള്ളത്തുള്ളൂ, അല്ലാണ്ട് കത്തിച്ച് വെക്കാൻ പറ്റൂല. കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീർന്നു. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു സാധനം, ഇത്രയും കഷ്ടപ്പെട്ടിട്ടല്ല, ഇത്രയും സിമ്പിളായിട്ടാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ട് അത് പെട്ടെന്ന് നശിച്ചു പോകുമ്പോൾ നമുക്കൊരിടങ്ങേറല്ലേ. ക്യാൻഡിൽസ് പ്രത്യേകിച്ചാണല്ലോ, പെട്ടെന്ന് നാശമായി പോകുമല്ലോ. അതുകൊണ്ട് ഇതൊക്കെ കുറച്ച് കാലം ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കാം, ഡെക്കറേഷന് വെക്കാം. കണ്ട് നമുക്ക് അങ്ങോട്ട് മടുപ്പാകുമ്പോൾ കുറേ കാണുമ്പോൾ ഒരു മടുപ്പാവില്ല, അപ്പം അങ്ങോട്ട് കത്തിച്ച് നശിപ്പിച്ചാൽ മതി. അപ്പോൾ ഉപകാരത്തിൽപ്പെടും, നമ്മളെ ഇഷ്ടമാവില്ലേ, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ സംഭവം നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോണ ഐറ്റാണ്. നമ്മൾ വേറൊന്നുമല്ല, പിസ്സ ക്യാൻഡിലാണ് കേട്ടോ. ഒരുപാട് കമൻറ്റ്സ് പിസ്സ. ഞാൻ ഈ ഡെയിലി ക്യാൻഡിൽസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് കമൻറ്റ്സ് പിസ്സ ക്യാൻഡിൽ ഉണ്ടാക്കുമോ എന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും ഫൈനലി ഇന്ന് പിസ്സ ക്യാൻഡിൽ ഉണ്ടാക്കുകയാണ്. ഇന്നല്ല, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. ഇന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. ഇപ്പം അതിൻ്റെ ലോങ് വീഡിയോ ആണ് കേട്ടോ. സംഭവം നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് സെറ്റാക്കി എടുക്കാൻ പറ്റും. ആദ്യം പിസ്സ എന്നൊക്കെ വരുന്നപ്പോൾ എങ്ങനെ ഇപ്പം ഉണ്ടാക്കും എന്നൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കുറച്ചിങ്ങനെ ആഴത്തിയിൽ ആലോചിച്ചപ്പം സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പാത്രം എടുക്കുക, അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലുമൊക്കെ നന്നായിട്ടും തേച്ച് കൊടുക്കുക. നമ്മൾ എന്ത് ഐറ്റം നമ്മൾ മോൾഡായിട്ട് യൂസ് ചെയ്യും, സിലിക്കോൺ അല്ലാത്ത എന്തായിട്ട് നമ്മൾ മോൾഡായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ ഇത്തിരി വെളിച്ചെണ്ണയോ വാസലിനോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ക്യാൻഡിലായിമൊന്നും കിട്ടൂല, പണിയുമ്പോൾ പണി കിട്ടും. യെല്ലോ മെൽറ്റ് ചെയ്ത സമയത്ത് ചെറിയൊരു കുഞ്ഞ് പീസ് കേട്ടോ, കുഞ്ഞൊരു ക്രയോൺസിൻ്റെ പീസ് റെഡ് കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് കറക്റ്റ് യെല്ലോ അല്ല, ഒരു ലൈറ്റ് റെഡ് ഷെയ്ഡും കൂടെ വരണം, ഒരു ഓറഞ്ച് അങ്ങനത്തെ ഒരു കളർ നമുക്ക് വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതെന്തായാലും അവിടെ സെറ്റ് ആവട്ടെ. ഒരു 20% സെറ്റ് ആക്കി നല്ല ഐസും വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് സെറ്റ് ആക്കി കേട്ടോ. അപ്പോൾ അത് സെറ്റ് ആവട്ടെ. ആ സെറ്റ് ആവുന്ന നേരം കൊണ്ട് നമുക്ക് ഡെക്കറേഷനുള്ള കുറച്ച് ഐറ്റംസും കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ടൊമാറ്റോ അങ്ങനെ കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പാണ് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. നമ്മൾ കുറച്ച് ക്രയോൺസും അതുപോലെ 2 കുഞ്ഞ് പീസ് നമ്മുടെ ക്യാൻഡിലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു മൂടി ഉണ്ടാവില്ലേ, അങ്ങനത്തെ കുഞ്ഞു മൂടി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ മതി കേട്ടോ. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ക്രയോൺസ് കൂടുതലും നമ്മുടെ ക്യാൻഡിൽ കുറച്ചും ആയതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിപ്പോവോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമുക്കതൊന്ന് കിട്ടുമെന്ന്, പക്ഷേ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഗ്രീൻ ചില്ലി പോലെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് പച്ചയും ചുവപ്പും കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിതുപോലെ കുറച്ച് ഗ്രീൻ ചില്ലി അല്ല, നമ്മുടെ ഗ്രീൻ വാക്സ് നമ്മൾ ഓയിൽ പേപ്പറിലേക്ക് ഒഴിച്ചു സെറ്റ് ആവാനായി കട്ട് ചെയ്തിട്ട് നമ്മൾ അതും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മൾ ഒഴിച്ച് വെച്ച സാധനം ഒരു അരമണിക്കൂർ വെച്ചപ്പോഴത്തേക്ക് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അരമണിക്കൂർ വെച്ചിട്ടില്ല, ഒരു 10-15 മിനിറ്റ് വെച്ചപ്പോഴത്തേക്ക് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം പച്ചവെള്ളത്തിലാണ് ഇട്ട് വെച്ച് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കത് മെല്ലെ പുറത്തെടുക്കണം. ഒരു കേടുപാടും കൂടാണ്ട് കേട്ടോ. നമ്മൾ സൈഡ് കൂടെയൊക്കെ ഒന്ന് ഇങ്ങനെ വെടിയിത്തിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്ത സമയത്ത് നന്നായിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ സെറ്റായിട്ടില്ലായിരുന്നു, നന്നായിട്ട് ചൂടുണ്ടായിരുന്നു ഉൾഭാഗത്ത്. നല്ല തണുപ്പാണെങ്കിൽ സംഭവം വേഗം നന്നായി സെറ്റായിട്ടുണ്ടെന്ന് അർത്ഥം. ചൂടുണ്ടെങ്കിൽ നമ്മൾ സെറ്റായ ക്യാൻഡിലിന് ചൂടുണ്ടെങ്കിൽ നന്നായിട്ട് സെറ്റായിട്ടില്ല എന്നാണ് അർത്ഥം. അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ചെറിയൊരു ചൂടുണ്ടായിരുന്നു. ചൂട് മാത്രമൊന്നുമല്ല, ഉള്ളിൽ നിന്ന് ഞെങ്ങുന്നുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് കാത്തുക്കാനുള്ള ക്ഷമയില്ലാത്തത് കാരണം ഞാനത് വേഗം പുറത്തെടുത്തു. കട്ട് ചെയ്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മേൽഭാഗം ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സംഭവങ്ങളുണ്ടല്ലോ, തക്കാളി അതുപോലെ പച്ചമുളകൊക്കെ, അതൊക്കെ നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ വെച്ചിട്ട് അരഞ്ചം അങ്ങോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഭംഗി അങ്ങോട്ടാക്കി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ ക്യാൻഡിൽ ഒലിച്ചിറങ്ങുന്നത് പോലെ വേണമെങ്കിൽ, ചീസൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് പോലെ വേണമെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള നമ്മുടെ പിസ്സ ക്യാൻഡിലല്ലോ തിരി വേണ്ടേ. അപ്പം നമുക്ക് എന്താക്കാം, മേൽഭാഗം കറക്റ്റ് ഇങ്ങനെ പൊന്തിയും മൊഴിച്ചൊന്നും ക്യാൻഡിൽസ് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കമ്പി വെച്ചിട്ട് കമ്പി ചൂടാക്കിയിട്ട് ക്യാൻഡിൽസ് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമ്പി ചൂടാക്കിയിട്ട് മാത്രമേ ഹോളിട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പൊടിഞ്ഞോ വെറുതെ നിങ്ങൾ പണിയെടുത്തത് സംഭവം. നമുക്ക് മേൽഭാഗത്ത് ചെറിയൊരു ഹോളും കൂടി ഇട്ട് തിരിയും കൂടെ വെച്ചപ്പോൾ നമ്മുടെ പിസ്സ ക്യാൻഡിൽ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ പിസ്സ ക്യാൻഡിലിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. ഇത് ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കാൻ പറഞ്ഞ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കണം കേട്ടോ. കാരണം നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായതും കൂടെ നോക്കണമല്ലോ.
നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോണ ഐറ്റാണ് മഴവില്ല്, നമ്മുടെ റെയിൻബോ. ഞാൻ ക്യാൻഡിൽസിൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് ഇടാൻ തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു റെയിൻബോ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്, ഒരുപാട് കേട്ടോ. ഇന്നലെ വരെ ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുൻപ് വരെ റെയിൻബോ എന്താ ചെയ്യാത്തത്, ഞാൻ കുറേ അതിൽ പറയണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു. ആദ്യം ഇതെങ്ങനെ സെറ്റാക്കും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ലെയർ ആയിട്ട് കിട്ടണം, പല കളേഴ്സ് മിക്സ് ആയി പോകാനും പാടില്ല, വളഞ്ഞ് നിൽക്കുകയും വേണം. ഇതൊക്കെ ഇപ്പോൾ മോൾഡില്ലാണ്ട് നടക്കുമോ, എന്താ ഇപ്പോൾ കാട്ടുക എന്നൊക്കെ കുറേ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ നിങ്ങൾ കമൻറ്റ്സ് ഇടുന്ന കാണുമ്പോഴും ഇതിപ്പോൾ എങ്ങനെ സെറ്റാക്കും എന്നാലോചിച്ചിട്ട് എനിക്കൊരു ഐഡിയ കിട്ടാത്തത് കൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത്. എന്തായാലും ഇപ്പോൾ ഇത്രയും ആൾക്കാർ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടെത്താമെന്ന് വിചാരിച്ച് ഞാൻ തപ്പിയ സമയത്ത് ഐഡിയ കിട്ടി. നമ്മളതിലാണോ ഐഡിയക്ക് പഞ്ഞം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം നമ്മൾ എന്താക്കട്ടെ, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ ഷീറ്റിലേക്ക് ഓയിൽ പേപ്പറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇത് ഒഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും, പണിയായിരിക്കും കേട്ടോ. പരന്ന് കിടക്കല്ലേ വാക്സൊക്കെ, പണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഐഡിയ കണ്ടുപിടിച്ചത്. ഇതെൻ്റെ ഐഡിയ മാത്രമാണ്, നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഞാൻ പിൻട്രസ്റ്റിൽ റെയിൻബോ ക്യാൻഡിൽ ഞാൻ എങ്ങനെയെങ്കിലും മോൾഡില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒക്കെ അവർ മോൾഡ് യൂസ് ചെയ്തിട്ട് പാർക്ക് ഉണ്ടാക്കാമല്ലോ, മോൾഡിലേക്ക് അങ്ങോട്ട് വാക്സ് ഒഴിച്ച സംഭവം സെറ്റായില്ലേ. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. അല്ലാണ്ട് വഴി ഉണ്ടോ നോക്കിയപ്പം ഒന്നും കിട്ടിയില്ല, വെറുതെ ടൈം വേസ്റ്റ് ആയിപ്പോയി. അപ്പം ഞാൻ എന്താ കാട്ടിയത്, ഒരു ഐഡിയ കണ്ടുപിടിച്ചു. സംഭവം നമ്മുടെ സ്റ്റിക്ക് ഓയിൽ പേപ്പറിലേക്ക് അധികം സ്പേസ് ഇല്ലാണ്ട് വെച്ചു. എന്നിട്ട് നോക്കാം അതിനടുക്ക് കൂടെ കൊണ്ട് വാക്സ് ഒഴിച്ചു കൊടുക്കുക. വാക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ നമ്മുടെ സ്റ്റിക്കും കൂടെ പറിച്ചെടുക്കുക. അപ്പം നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിക്ക് പോലെ കിട്ടും. ഇതുപോലെ നമുക്ക് ഈ ഒരേ കനത്തിൽ നമുക്ക് കുറച്ച് പീസ് ചെയ്തെടുക്കണം. ഒരു 6 കളർ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇതിനെല്ലാം കൂടെ ഒരു ഓയിൽ പേപ്പറിലേക്ക് അടുക്കി വെക്കുക. നമ്മൾ സ്റ്റിക്കിൽ നിന്ന് നമ്മൾ ഈ ഒരു ക്യാൻഡിൽ എടുക്കുന്ന സമയത്ത് പൊട്ടിയാൽ കുഴപ്പമില്ല, വളഞ്ഞ് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. നമുക്ക് എന്താക്കാം, ഒക്കെ കൂടെ അങ്ങോട്ട് അടുക്കി വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വളഞ്ഞതും ഒടിഞ്ഞതും ഒക്കെ ആയ സംഭവങ്ങൾ നമുക്ക് ശരിയാക്കി കൊടുക്കണം. ഹീറ്റ് ചെയ്ത് ചൂട് മാറുന്നതിന് മുൻപ് തന്നെ നമുക്ക് കൈ വെച്ചിട്ട് മെല്ലെ എല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് ഒറ്റയടിക്ക് തിരിച്ചു ചിലപ്പോൾ പൊടിഞ്ഞോ. പിന്നെ എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. മെല്ലെ ഞാൻ എത്രയോ ടൈം എടുത്തിട്ടാണ് ഇത് വളച്ചെടുത്തത്. മെല്ലെ വളച്ചങ്ങോട്ട് എടുക്കുക. അടിഭാഗം നമുക്ക് കുറേ കയറി ഇറങ്ങിയൊക്കെ നമുക്ക് പല ഷേപ്പിലുണ്ടാകും, കുഴപ്പമൊന്നുമില്ല. അടിഭാഗം എന്താക്കുക, ഒരേ അളവിൽ നമുക്ക് എന്താക്കുക ഒന്ന് കട്ട് ചെയ്തും കൂടെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ റെയിൻബോയുടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മേൽഭാഗത്ത് കമ്പി ചൂടാക്കി ചെറിയൊരു ഹോളിട്ട് തിരിയും കൂടെ വെച്ചാൽ സംഭവം സെറ്റ് നമ്മുടെ റെയിൻബോ ക്യാൻഡിലൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പറഞ്ഞ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇന്നുണ്ടാക്കി 4 ക്യാൻഡിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടു വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് ട്രൈ ചെയ്യാനായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തോളൂ. അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.